ഉണ്ടാക്കാൻ പോകുന്നത് മീനടയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 250 ഗ്രാം മീൻ, ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി 1 കപ്പ്, അത് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ വീതം, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പിന്നെ ഉപ്പ്, മാവ് കുഴയ്ക്കാൻ വേണ്ട തിളച്ച വെള്ളം. നമുക്ക് ആദ്യം അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് അരിപ്പൊടി ഇടാം. കുറച്ച് ഉപ്പിടാം. ഇനി തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫില്ലിങ് തയ്യാറാക്കാം. നമ്മൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ചുപ്പ്. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും തേങ്ങയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല റെഡിയായിട്ടുണ്ട്. നമുക്കിനി മീനട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് പൊടി തൂവിയിട്ട് കുറേശ്ശെ മാവെടുത്ത് കൈകൊണ്ട് ചെറുതായി ഒന്ന് പരത്താം. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് വെക്കാം. ഇനി നമുക്ക് സൈഡ് ഒട്ടിക്കാം. കുറച്ച് വെള്ളം തൂത്തിട്ട് വേണം ഒട്ടിക്കാൻ. നമുക്കിനി ഇതൊരു സ്റ്റീമറിലേക്ക് മാറ്റാം.
നമുക്കിത് 15 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കാം. മീനട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.